എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ ആർട്ടിക്കിൾ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള UP ഗവൺമെന്റിന്റെ പുതിയ പോപ്പുലേഷൻ പോളിസിയാണ്. എന്താണ് ഈ പുതിയ പോപ്പുലേഷൻ പോളിസി, അതിന്റെ പ്രത്യേകതകൾ എന്താണ്, അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുന്നത്. 4 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് പുതിയ പോപ്പുലേഷൻ പോളിസിക്കുള്ളത്. ഒന്ന്, ഇറ്റ് ആക്ച്വലി വാണ്ടഡ് ടു റെഡ്യൂസ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. 2, increase the usage of contraceptives. 3, increase the methods of contraception in males. 4, decrease maternal mortality rate, infant mortality rate and infant mortality rate under 5. ഈ 4 ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെ തലങ്ങളിലേക്കാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് നോക്കാം. ഒന്ന്, ഈ പോളിസി ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്ന ഒന്നാമത്തെ ഘടകമാണ് ഡിക്രീസിംഗ് ദ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.7 to 2.1 by 2026 and 1.7 by 2030. 2021 നിന്ന് 26 എത്തുമ്പോൾ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.7 നിന്നും 2.1 കുറയ്ക്കുക. അതുപോലെ തന്നെ എന്താണ് 1.7 2030 ആകുന്നതോടുകൂടി 1.7 എത്തിക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യമായിട്ട് പറയുന്നത്. 2, ഇൻക്രീസിംഗ് ദ മോഡേൺ കോൺട്രസെപ്റ്റീവ്സ് യൂസേജസ്. എന്താണ് കോൺട്രസെപ്റ്റീവ്സ്? This is the artificial methods to control birth. Birth controlling methodologies ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഏകദേശം 31.7% ജനങ്ങളാണ്. അത്തരത്തിലുള്ള ബർത്ത് കൺട്രോളിംഗ് ടെക്നോളജീസ് അല്ലെങ്കിൽ ടെക്നിക്സ് ഉപയോഗിക്കുന്നത് 31.7 നിന്ന് 45% 2026 കൂടി എത്തിക്കുകയും ഏകദേശം 52% ജനങ്ങളിലേക്ക് 2030 എത്തിക്കുകയും ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യമായിട്ട് പറയുന്നത്. 3, increasing male methods of contraception. Now it is around 10.8%. 2026 കൂടി 15.1 2030 കൂടി 16.4% ജനങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ് മൂന്നാമത്തെ ലക്ഷ്യമായിട്ട് പറയുന്നത്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അതായത് അമ്മമാരുടെ മരണനിരക്ക് ഇപ്പോൾ 197 ആണ്. 2026 ആകുമ്പോൾ 150 2030 ആകുമ്പോഴത്തേക്ക് 98 കുറയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ലക്ഷ്യം. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് വന്നിട്ട് 43% ആണ്. ഇപ്പോൾ 43 32 2030 ആകുമ്പോഴത്തേക്ക് 22 കുറയ്ക്കുക എന്നതാണ് നാലാമത്തെ ലക്ഷ്യമായിട്ട് പറഞ്ഞു. 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ മരണം നിരക്ക് 47 35 2030 25 കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാഹചര്യമായിട്ട് ഇപ്പോൾ ഉയർന്നു വരുന്നത്? രാജ്യത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കൂടുതൽ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നത് പലപ്പോഴും ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനം, ബീഹാർ പോലുള്ള സംസ്ഥാനം, വെസ്റ്റ് ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിലാണ്. എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും രാജ്യത്തിലുള്ള അല്ലെങ്കിൽ കുറഞ്ഞ വിദ്യാഭ്യാസ നിരക്കുള്ള ആളുകളിൽ ഇത്തരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡിനെ കുറിച്ചും പോപ്പുലേഷൻ ഗ്രോത്തിനെ കുറിച്ചുമുള്ള വ്യക്തമായ ധാരണ ഇല്ലാത്തതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന 2 പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണ്. ഒന്ന്, ലാക്കിംഗ് ഓഫ് ഡെവലപ്മെന്റ്. 2, മാൽന്യൂട്രീഷൻ. ഇത് 2 സാഹചര്യത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ ഇതിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മറ്റൊരു സാഹചര്യം കൂടി ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് ഈസ് ചൈൽഡ് ലേബർ എന്ന്. ചൈൽഡ് ലേബർ എന്ന് പറയുന്നത് എന്താണ്? ബാലവേലയിലേക്ക് എത്താൻ സാഹചര്യമുള്ള ഒരു സാധ്യതയാണ്. അപ്പൊ അത്തരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഒരു പോപ്പുലേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നേരെ താഴേക്ക് കുത്തനെ ഇടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ പോപ്പുലേഷൻ പോളിസിയിൽ യോഗി ആദിത്യനാഥ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് ടാർഗറ്റ് സ്റ്റെബിലൈസേഷൻ and states that the state would attempt to maintain a balance of population among various communities. ഇതര വിഭാഗങ്ങൾ, അതായത് ഒരു സംസ്ഥാനത്തിൽ ജീവിക്കുന്ന വ്യത്യസ്തപരമായിട്ടുള്ള കമ്മ്യൂണിറ്റീസിൽ അവരുടെ ഒരു പോപ്പുലേഷൻ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതും ഇതിന്റെ ഒരു ഉദ്ദേശമാണ്. ഇതിന്റെ ഒരു അല്പം കൂടി മുന്നോട്ട് കടന്നുള്ള ഒരു റെക്കമെൻഡേഷൻ ആണ് നമ്മളുടെ ഉത്തർപ്രദേശ് സ്റ്റേറ്റ് ലോ കമ്മീഷൻ തയ്യാറാക്കിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they actually put forwarded a proposed bill under which 2-child norm would be implemented. അതായത് പുതിയ ഒരു സാഹചര്യം പ്രകാരം 2 കുട്ടികൾ മാത്രം ഉണ്ടാവൂ ഒരു ഫാമിലിയിൽ എന്ന ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ ഉത്തർപ്രദേശ് ലോ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരുന്നു.
എന്തുകൊണ്ടാണ് ഈ 2 കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്? ഇത് പ്രകാരം ചിന്തിക്കുമ്പോൾ ചൈന പോലുള്ള ഒരു രാജ്യങ്ങളിൽ പലപ്പോഴും 2 ചൈൽഡ് നോംസ് പലപ്പോഴും എഫക്റ്റീവായിട്ട് ഒരു ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ റിസൾട്ട് എന്താണ്? പലപ്പോഴും എന്താണ്, ഈ രാജ്യത്തിന്റെ റിസോഴ്സുകൾ കൃത്യമായിട്ടും എല്ലാവരിലേക്കും എത്തിക്കുവാനും കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തു കൊടുക്കാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഔട്ട്കം ആയിട്ട് പറയുന്നത്. ഇത്തരത്തിൽ ഒരു രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ 2 ചൈൽഡ് നോംസ് ഇംപ്ലിമെന്റ് ചെയ്താൽ അതിനുശേഷം മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടിയാൽ പല സാഹചര്യങ്ങളിലുമുള്ള ഈ ഫാമിലിക്ക് ലഭിക്കേണ്ട വെൽഫെയർ സ്കീമുകളിൽ പലപ്പോഴും പലതരത്തിലുമുള്ള ഒരു കട്ടെയിലിംഗ് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ദ ഫാമിലീസ് മൈ ബി ഡിബാർഡ് ഫ്രം വേരിയസ് സോഷ്യൽ വെൽഫെയർ സ്കീംസ് ആൻഡ് ഫ്രം കോൺടെസ്റ്റിംഗ് ഇലക്ഷൻസ് ടു ദ ലോക്കൽ അതോറിറ്റി ഓർ എനി അതർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. LSGയിലേക്ക് മത്സരിക്കുവാനുള്ള അവകാശം എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിബാർ ചെയ്യപ്പെട്ടേക്കാം. അതുപോലെ തന്നെ മറ്റ് ഗവൺമെന്റ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും വെൽഫെയർ സ്കീമുകളിൽ നിന്നും ആളുകളെ പിന്തള്ളാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതിന്റെ മുന്നോടി എന്നാണ് ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുവച്ചിരിക്കുന്ന പുതിയ ഡ്രാഫ്റ്റിന്റെ പ്രകാരം റേഷൻ കാർഡ് യൂണിറ്റ്സ് വുഡ് ബി ലിമിറ്റഡ് ടു 4 മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി. ഒരു ഫാമിലിയിൽ 4 പേർക്ക് മാത്രമാണ് റേഷൻ ബെനിഫിറ്റുകൾ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നതാണ് പുതിയ ഡ്രാഫ്റ്റ് പ്രകാരം ചില തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഫാമിലിയിൽ 6 പേരുണ്ടെങ്കിലും 8 പേരുണ്ടെങ്കിലും കാര്യം കുഴപ്പമില്ല. പകരം എന്താണ്, 4 പേർക്ക് മാത്രമാണ് എന്ത് കിട്ടുക, റേഷൻ ബെനിഫിറ്റുകൾ ലഭിക്കുക എന്നതായിരിക്കും ഈ ഡ്രാഫ്റ്റിന്റെ പുതിയ നയമായിട്ട് മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, 4 പേർക്ക് മുകളിൽ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് റേഷൻ ബെനിഫിറ്റുകൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സാഹചര്യമായിട്ട് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയം. ഈ പോപ്പുലേഷൻ വല്ലാതെ കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്കറിയാം, പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് നമ്മൾക്ക് എന്ത് കൂടുന്നില്ല, റിസോഴ്സുകൾ കൂടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണി, മെറ്റീരിയൽസ്, ഫുഡ് ആൻഡ് സോ ഓൺ. ഏതു തരത്തിലുള്ള ആഹാരമാണെങ്കിലും ശരി, വിദ്യാഭ്യാസമാണെങ്കിലും ശരി, വസ്ത്രധാരണമാണെങ്കിലും ശരി, എന്താണെങ്കിലും എല്ലാം തന്നെ റിസോഴ്സസ് ആണ്. ഈ റിസോഴ്സുകൾ എന്താണ്, പോപ്പുലേഷൻ അനുപാതികമായിട്ട് കൂടുന്നില്ല എന്നുള്ളത് വളരെയധികം പ്രോബ്ലം ആയിട്ട് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും എന്താണ്, ഇവർക്ക് വേണ്ടുന്ന ജോലി ലഭിക്കത്തില്ല. അതുകൊണ്ട് തൊഴിലില്ലായ്മ കൂടാം. അതുപോലെ ഇവർക്ക് കൃത്യമായിട്ടുള്ള ആഹാര സംവിധാനം ലഭിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാൽന്യൂട്രീഷൻസ് ഉണ്ടാവാം. കുഞ്ഞുങ്ങൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം വളരെ കുറയുന്നത് കൊണ്ടും എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന അസുഖങ്ങൾ കൂടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന് കൂടുതൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവർക്ക് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് എന്തുണ്ട്, പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ചുണ്ട്. പക്ഷേ ഈ പോപ്പുലേഷൻ കൃത്യമായിട്ട് മാനേജ് ചെയ്താൽ ഈ റിസോഴ്സുകൾ നമുക്ക് ഈക്വേറ്റബിൾ ആയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ വാർത്തെടുക്കുവാൻ ഇന്നത്തെ ഒരു പോപ്പുലേഷൻ ഒരു സാഹചര്യങ്ങളെ കൺട്രോൾ ചെയ്യേണ്ട ഒരു സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം, നോർത്ത് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നോർത്തേൺ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ സൗത്ത് സ്റ്റേറ്റുകളിലും, ഉദാഹരണം പറഞ്ഞാൽ കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ എന്താണ്, പോപ്പുലേഷൻ ഈസ് അണ്ടർ കൺട്രോൾ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നു. കമ്പാരിറ്റീവ്ലി കൂടുതൽ നല്ല ആഹാരം ലഭിക്കാൻ സാധിക്കുന്നു. കമ്പാരിറ്റീവ്ലി ചൈൽഡ് ലേബർ വളരെ കുറവാണ്. അപ്പൊ ഇത്തരത്തിലേക്കുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ നോർത്ത് സംസ്ഥാനങ്ങളും എന്താണ്, ദേ വിൽ ഹാവ് ടു കൺട്രോൾ പോപ്പുലേഷൻ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പോപ്പുലേഷൻ കൺട്രോൾ ഉണ്ടാകുമ്പോൾ ഡെവലപ്മെന്റിന് ഇത്തരത്തിലുള്ള ഒരു പോപ്പുലേഷൻ ഒരു തടസ്സമാകുന്നില്ല. അല്ലാത്ത പക്ഷം സ്റ്റേറ്റിലെ അല്ലെങ്കിൽ ഏതൊരു സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സിനും ആദ്യത്തെ തടസ്സമായിട്ട് നിൽക്കുന്നത് ഒന്ന് പോപ്പുലേഷനാണ്. 2, ഈ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഏതൊരു തരത്തിലുള്ള ഇൻഇക്വാലിറ്റിക്കും കാരണം എന്താണ്, പോപ്പുലേഷനാണ്. 3, ദാരിദ്ര്യം കൂട്ടുന്നു എന്നുള്ളതാണ് ഈ തരത്തിലുള്ള പോപ്പുലേഷൻ സർജിന്റെ ഒരു റിസൾട്ട്. മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്, ഈ റിസോഴ്സുകൾ അല്ലെങ്കിൽ നമ്മൾക്കുള്ള അവൈലബിൾ ആയിട്ട് റിസോഴ്സുകൾ പലപ്പോഴും ഈ പോപ്പുലേഷനെ ഫീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, അല്ലാതെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. ഇപ്പൊ പോപ്പുലേഷൻ കൺട്രോൾഡ് ആണെങ്കിൽ സർപ്ലസ് എമൗണ്ട് ക്യാൻ ബി
ഇൻവെസ്റ്റഡ് ടു ദ ക്യാപിറ്റൽസ് ആസ് വെൽ. നമുക്ക് കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവരുവാനും കൂടുതൽ സാഹചര്യങ്ങൾ വളർത്തുവാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഇതിന്റെ പോപ്പുലേഷൻ കൺട്രോളിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പോപ്പുലേഷൻ റൈസിംഗിന്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു എഡിറ്റോറിയൽ പേജ് ആയിരുന്നു ടാപ്പിംഗ് ഓൺ ദി പൊട്ടൻഷ്യൽസ് ഓഫ് ദ യൂത്ത്. ഇതൊരു എഡിറ്റോറിയൽ പേജ് ആയിരുന്നു. ഇതിന്റെ പ്രത്യേകത എന്താണ്? കാരണം എന്താണ്? ജൂലൈ 11 നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ UNDP 1989 മുതൽ ജൂലൈ 11 എന്തായിട്ട് ആണ് ആചരിക്കുന്നത്? വേൾഡ് പോപ്പുലേഷൻ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഇത് ചിലപ്പോൾ ചില PSCക്കോ UPSCക്കോ IBPS പോലുള്ള പരീക്ഷകളിൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേ എന്ന് പറയുന്നത്. ഇത് ആദ്യം ഒബ്സർവ് ചെയ്ത ആരാണ്? യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്, UNDP ആണ്. ഏത് വർഷം മുതൽ? 1989 മുതലുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ വേൾഡ് പോപ്പുലേഷൻ ഡേ ആചരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ആണ് ഏറ്റവും വലിയ ഒരു അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു സാധ്യതയായിട്ട് മുന്നോട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് വളരെ അപ്പീലിംഗ് ആവുന്നത്? നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു പോയിന്റിൽ അല്ലെങ്കിൽ രാജ്യത്തിന്റെ 50% അധികം ആളുകൾ എന്താണ് 29 അതായത് 30 വയസ്സിൽ താഴെയുള്ള ആളുകളാണ് എന്നതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ 62% ആളുകൾ എന്താണ് 15-നും 59-നും ഇടയിൽ പ്രായമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ ആണ് എന്നുള്ളതാണ് മറ്റൊരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് a significant proportion of young people in the total population will help India to drive forward in their economic aspects. ഇപ്പൊ ഇന്ത്യയുടെ ഇക്കണോമിക് ഗ്രോത്തിന്റെ ലക്ഷ്യങ്ങളെ സാധൂകരിക്കാൻ മാത്രം ശക്തമായിട്ടുള്ള ഒരു ജനതയാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പൊതുവായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് അണ്ടർ ഫണ്ടഡ്. നമുക്കറിയാം ഏകദേശം 2019 ഏകദേശം 4.4% നമ്മുടെ GDP-യുടെ 4.4% മാത്രമാണ് നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചത്. എന്നാൽ 2020 എത്തിയപ്പോൾ ഇത് വീണ്ടും കുറഞ്ഞു 3.4% മാറി. ഇന്ത്യ സ്റ്റാൻഡ്സ് 62nd in terms of public expenditure per student. ഒരു കുട്ടിയിൽ നമ്മൾ 62ാമതാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ഇന്ത്യ 62ാമതാണ്. അത്തരത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് അണ്ടർ ഫണ്ടഡ് ആൻഡ് ഈസ് inadequately equipped to provide the right to education and skills to young people. നമുക്കറിയാം 2009 നമ്മൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കി. നമ്മുടെ മൗലികമായ അവകാശങ്ങളിൽ ഒന്നാണ് എന്ത്? വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരു വിദ്യാഭ്യാസം ഒരു അടിസ്ഥാനപരമായിട്ടുള്ള മൗലികമായ അവകാശങ്ങളാകുമ്പോഴും വിദ്യാഭ്യാസം നിയമം കൊണ്ടും മൗലികമായ അവകാശങ്ങൾ കൊണ്ടും ഉറപ്പുവരുത്തുമ്പോൾ പോലും ഇന്ത്യ 62ാം സ്ഥാനത്ത് നിൽക്കുന്നത് തികച്ചും വേദനാജനകമാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അണ്ടർ ഫണ്ടഡ് ആവുന്നത് എന്നുള്ളതാണ് സാധ്യത. നമുക്കറിയാം പല കണക്കുകളും സൂചിപ്പിക്കുന്നു ഏകദേശം വരുന്ന 7 വർഷത്തിനകം 70 മില്യൺ അഡീഷണൽ ടീച്ചേഴ്സ് ഈ ലോകം മുഴുവൻ ആവശ്യമായിട്ട് വരും. പക്ഷെ എന്താണ് വ്യക്തമായിട്ടുള്ള ഒരു ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോ ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. 2 പോർ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ നമ്പേഴ്സ് കുറവാണ്, അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നത്. ഒന്ന് പോർ ഇൻഫ്രാസ്ട്രക്ചർ, 2 പോർ ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോ which will in turn have a negative impact on the learning outcome of the children. ഇതിന് ഒന്ന് വളരെ എന്താണ് മോശമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷന്റെ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ പ്രകടമായിട്ടുള്ള വേർതിരിവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓൺ ഡേറ്റ സ്പീഡ്, ഓൺ ഡേറ്റ പ്രൈസിങ്, on data availability and so on. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വിദ്യാലയങ്ങളിലേക്കുള്ള അഡീഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട് അല്ല കൊടുക്കുന്നത്. അധികവും
പകരം എന്താണ് സാലറി വൈസ് ആണ് ഇൻവെസ്റ്റ്മെന്റുകൾ കൂടുന്നത്. അതെന്ത് ചെയ്യുന്നു? പലപ്പോഴും കുട്ടികളിലേക്ക് വേണ്ടുന്ന കോഗ്നിറ്റീവ് ആയിട്ടുള്ള ലേണിംഗ് മെത്തഡോളജീസിനെ സഹായിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താൻ പറ്റുന്നില്ല. വി നീഡ് മച്ച് മോർ ട്രെയിനിങ് ഇൻ ടീച്ചർ എഡ്യൂക്കേഷൻ. ടീച്ചർ എഡ്യൂക്കേഷനിലെ ട്രെയിനിങ് വളരെ കൂട്ടുക. അതുപോലെ തന്നെ വി നീഡ് ടു ഇൻവെസ്റ്റ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതായത് IT മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ, IT ആയിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ലേണിംഗ് മെത്തഡോളജീസ് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് അത് എല്ലാവർക്കും ആക്സസിബിൾ ആക്കുക. ഇതൊക്കെയുമാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചലഞ്ച് ആയിട്ട് ഇരിക്കുന്നത്. 2, poor health indicators. Despite some commendable progress with respect to health indicators such as infant mortality rate, stunting and undernutrition level in the child population in India, the number continues to be higher than the global average or in comparison to countries at similar development stages as India. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് എന്താണ് പുവർ ഹെൽത്ത് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ അവരുടെ സ്റ്റണ്ടിങ്, ദാരിദ്ര്യം, പട്ടിണി പോലുള്ള സാഹചര്യങ്ങൾ കമ്പാരിറ്റീവ്ലി കൂടുതലാണെങ്കിലും എന്നാൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡിനേക്കാൾ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള സിമിലർ ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം വറീഡ് ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് ഇന്ത്യയുടെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് നിൽക്കുന്നത്. ഇത് എങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുക? നമ്മൾ ഏറ്റവും ഒരു സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയ പ്രോഗ്രാമാണ് മിഡ് ഡേ മീൽ സ്കീം അല്ലെങ്കിൽ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത്. മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ പലപ്പോഴും എന്താണ് കുട്ടികൾക്ക് വീടുകളിലേക്ക് ആഹാര സാധനങ്ങൾ എത്തിക്കുക. ഇപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ നടക്കുന്ന സാഹചര്യത്തിൽ അപ്പം ഇത്തരത്തിലുള്ള മിഡ് ഡേ മീൽ സ്കീം മാത്രമല്ല മറ്റുള്ള മുട്ടയും പാലും പദ്ധതി പോലുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എന്താണ് പുവർ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുന്നത്. കാരണം എന്താണ്, ഈ പോപ്പുലേഷൻ വളരെ കൂടുന്നതുകൊണ്ട് നമുക്ക് രാജ്യത്തിന് പലതരത്തിലുമുള്ള റിസോഴ്സുകൾ ഇക്വിറ്റബിൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇവിടെയും എന്താണ് യോഗി ആദിത്യനാഥിന്റെ തീരുമാനങ്ങൾ ഒരു പക്ഷേ പോസിറ്റീവായിട്ട് മുന്നോട്ട് നയിച്ചേക്കാം. അടുത്തത് ഇമ്പാക്ട് ഓഫ് പാൻഡമിക് ലോക്ക്ഡൌൺ. The impact of pandemic and adolescence has been severe. In India, more than 32 crore students have been affected by shutdown of schools due to the pandemic included lockdown. This has severely impacted learning process of the student. പലപ്പോഴും എന്താണ് ഇപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പലപ്പോഴും എന്താണ് ഡേറ്റ അവൈലബിലിറ്റി ഉണ്ടാവാതിരിക്കുക, അതുപോലെ ഡേറ്റ പ്രൈസിങ് കൂടുന്നതിനാൽ തന്നെ യൂട്ടിലൈസേഷൻ കുറയുക. ഇത്തരത്തിലുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ പാൻഡമിക് ലോക്ക്ഡൌൺ പലപ്പോഴും വിദ്യാഭ്യാസത്തിനെ പിന്നോട്ട് നയിക്കുന്ന ഒന്നായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു അലാർമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്. Studies have indicated that school closures have had a serious impact on mental well-being of children, with around 17% of young people likely to be suffering from anxiety and depression during the pandemic. മറ്റൊന്നാണ് ജെൻഡർ പെർസ്പെക്റ്റീവ്. The impact of COVID-19 pandemic induced crisis on adolescent girls have been huge. ഏകദേശം 158 million school girls have been impacted by the closure of schools. Many of those who have dropped out are unlikely to go back to school. നമുക്കറിയാം പലപ്പോഴും വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ ജെൻഡർ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് വളരെ അധികം ഒരു സാധ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. രാജ്യത്ത് നമുക്കറിയാം മെയിൽ ചൈൽഡ് അല്ലെങ്കിൽ ഫീമെയിൽ ചൈൽഡിൽ പലപ്പോഴും പ്രയോറിറ്റി ലഭിക്കുന്നത് ആൺകുട്ടികൾക്കാണ്. അതുകൊണ്ട് തന്നെ എന്താണ് പെൺകുട്ടികൾ വീട്ടിലുള്ള സമയത്ത് അവർക്ക് പഠനത്തിനപ്പുറത്തേക്ക് അവർക്ക് അവരുടെ വീട്ടു ജോലികൾ കൂടി ചെയ്യേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, വിദ്യാഭ്യാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഏകദേശം 158 മില്യൺ സ്കൂൾ കുട്ടികൾ, പെൺകുട്ടികൾ സ്കൂളുകളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുകയോ അല്ലെങ്കിൽ ഇനി സ്കൂളുകൾ തുറന്നാൽ തിരികെ സ്കൂളുകളിലേക്ക് എത്താൻ സാധ്യതയും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അതിനൊപ്പം തന്നെയുള്ള മറ്റൊരു പ്രോബ്ലമാണ് ഏർലി മാരേജ് ഓഫ് ഗേൾസ്. 18 വയസ്സിന് മുൻപുള്ള പെൺകുട്ടികളുടെ വിവാഹം എന്ന് പറയുന്നത് വളരെയധികം പ്രോബ്ലം ആയിട്ട് ചിന്തിക്കേണ്ടതാണ്. അടുത്തത് there has also been an increase in gender based violence as well. പലപ്പോഴും പെൺകുട്ടികൾക്ക് പലപ്പോഴും എന്താണ് ഗാർഹിക പീഡനങ്ങൾ, കെയർ ഗിവേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൽ നിന്നും ഗാർഹിക പീഡനങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് പലപ്പോഴും ഇവരെ അബ്യൂസ് അല്ലെങ്കിൽ ട്രാഫിക്കിങ്ങിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ പെൺകുട്ടികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ഈ ലോക്ക്ഡൌണിൽ പലപ്പോഴും 2-3 പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. ഒന്ന് 18 വയസ്സിന് മുൻപുള്ള ഏർലി മാരേജ്,
അല്ലെങ്കിൽ ഗാർഹിക പീഡനം, അതല്ലാന്നുണ്ടെങ്കിൽ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് വളരെയധികം സാധ്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അടുത്തതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ensuring continuum of education process. The administration should balance the risk of transmission through children with harm of prolonged school closure and plan for gradual reopening of schools with appropriate precautions in place. കൃത്യമായിട്ടുള്ള മുൻകരുതലോടുകൂടി സ്കൂളുകൾ ഘട്ടം ഘട്ടമായി തുറക്കാനുള്ള ഒരു സാഹചര്യം കൃത്യമായിട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈബ്രിഡ് ലേണിംഗിലേക്ക്, മിക്സ് ഓഫ് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്ക്, എഡ്യൂക്കേഷൻ ഓപ്ഷനിലേക്ക് മുന്നോട്ട് പോകണം. അതായത് പ്രാക്ടിക്കൽ വേണ്ടാത്ത ക്ലാസ്സുകൾക്ക് എന്താണ് ഓൺലൈനും, പ്രാക്ടിക്കൽ വേണ്ടതിന് എന്താണ് ഓഫ്ലൈനുമായിട്ടുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കുക. അപ്പം ഒരു ഹൈബ്രിഡ് ലേണിംഗ് ആണ് ഇവിടെ ഇനി ഒരു സാഹചര്യമാകുന്നത്. അടുത്ത, റെക്കഗ്നൈസിംഗ് ലോങ് സ്റ്റാൻഡിംഗ് എഫക്ട്സ് ദാറ്റ് പാൻഡമിക് കുഡ് ഹാവ് ഓൺ അഡോളസെന്റ് ആൻഡ് യൂത്ത്. Collaborative actions by key ministers, government agencies, and civil society is need of the hour, with special emphasis on intersectoral collaboration. Coordination across the department can enable better solutions and greater efficiencies in tackling the challenges that occur adolescents face. ഇപ്പം ഇത്തരത്തിലുള്ള മറ്റ് ഇതര സിവിക് സൊസൈറ്റീസിന്റെയും അല്ലെങ്കിൽ ഗവൺമെന്റ് മിനിസ്ട്രീസിന്റെയും ഡിപ്പാർട്ട്മെന്റുകളുടെയും സംയുക്തമായ സഹകരണത്തോടു കൂടി വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സാധ്യതയുണ്ട്. അതൊരു UK മോഡൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. എന്താണ്, ബബിൾസ് ആയിട്ട് കുട്ടികളെ തിരിക്കുകയും, ബബിൾസ് ആയിട്ട് കുട്ടികളെ തിരിച്ച് എന്തിന്റെ കീഴിലേക്ക് വരിക, നമുക്ക് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെയും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെയും ഒക്കെ ഒരു മേൽനോട്ടത്തിൽ കുട്ടികളെ ബബിൾസ് ആയിട്ട് തിരിക്കുകയും അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് UK മോഡൽ അല്ലെങ്കിൽ ബബിൾസ് മോഡൽ എന്ന് പറയാം. ഇത്തരത്തിൽ വേണമെങ്കിൽ ഇത്തരത്തിലുള്ള കൊളാബറേറ്റീവ് എഫോർട്ടുകൾ നമ്മുടെ ഗവൺമെന്റിന്റെ തലത്തിലും സൊസൈറ്റിയുടെ തലത്തിലും ഉണ്ടാവേണ്ട ഒരു സാഹചര്യമുണ്ട്. Focused efforts directed at adolescent girls. The Ministry of Education should take necessary steps to ensure that adolescent girls continue their education during the pandemic and return to school when they reopen. നമുക്കറിയാം, പലപ്പോഴും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഈ തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളിൽ മുറിഞ്ഞു പോകുന്ന ഒരു സാധ്യത ഉണ്ടായിട്ടുണ്ട്. ഈ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മുറിഞ്ഞു പോകാനുണ്ടായ കാരണം എന്താണ്? പലപ്പോഴും ഒരു ഫാമിലിയിൽ 1 അല്ലെങ്കിൽ 2 മൊബൈൽ ഫോണുകളാണ് കുട്ടികൾക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ഫാമിലിക്ക് ഉണ്ടാവുക. അതിൽ 2 or 3 കുട്ടികൾ ഉണ്ടാവാം. അതിൽ ഏറ്റവും പ്രയോറിറ്റി കിട്ടുന്നത് ആൺകുട്ടികൾക്ക് ആണ് എന്നുള്ള ഒരു ജെൻഡർ ഇൻഇക്വാലിറ്റി നമ്മുടെ രാജ്യത്ത് നടമാടുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യം എത്തുമ്പോൾ ഈ ജെൻഡർ ഇൻഇക്വാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ ആൺകുട്ടികൾക്ക് മൊബൈൽ ഫോൺ കിട്ടുകയും പെൺകുട്ടികൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്നു. 2, പെൺകുട്ടികൾക്ക് വീട്ടിലുള്ള ജോലിയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ പലപ്പോഴും ഇത്തരത്തിൽ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അഡോളസെന്റ് ഗേൾസിന് എന്ത് കിട്ടുന്നില്ല, വിദ്യാഭ്യാസത്തിൽ വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. അത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫോർട്ടുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. The Ministry of Health and Family Welfare must take appropriate steps to help adolescents safeguard their health through continued access to menstrual hygiene products and strengthening outreach to girls in need via existing helpline. നമുക്കറിയാം, സഖി പോലുള്ള ചില ഫീമെയിൽ സപ്പോർട്ടിംഗ് കോൾ സെന്റേഴ്സ് ഗവൺമെന്റ് തലത്തിലുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വഴി, അല്ലെങ്കിൽ ഈവൻ പലപ്പോഴും റേഷൻ കടകളിൽ കൂടി വേണമെങ്കിലും ഈ മെൻസ്ട്രൽ ഹൈജീൻ പ്രൊഡക്റ്റുകൾ നമ്മളുടെ പെൺകുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റ്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു റെക്കമെൻഡേഷൻ ആയിട്ട് ഈ ഒരു ആർട്ടിക്കിൾ എടുത്ത് കാണിക്കുന്നത്. For India to be able to enjoy the fruits of this demographic dividend, the young population must be healthy, knowledgeable and skilled. അതുകൊണ്ട് തന്നെ എന്താണ്, ഇപ്പം improving the lives of adolescents and mission would not only improve their life but also generate a virtuous cycle with healthier and educated young adults contributed substantially to securing India's future. India's welfare hinges on its young people's well-being. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള യുവാക്കളിലാണ് രാജ്യത്തിന്റെ ഭാവി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഓർത്തു വെക്കേണ്ട കുറച്ച് ആളുകളാണ്. ഒന്ന്, യൂത്ത്. അതിൽ തന്നെ എന്താണ്, അഡോളസെന്റ് ഗേൾസ് ആണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. Because they are the basic creators of this land.
അതുകൊണ്ട് തന്നെ എന്താണ് അഡോളസെന്റ് ഗേൾസിന്റെ ഹെൽത്തിൽ കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകൃതമാകുമ്പോൾ രാജ്യത്തിന്റെ ഹെൽത്തിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഇത്തരത്തിലുള്ള യൂത്തിന്റെയും പെൺകുട്ടികളുടെയും ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ രാജ്യവും ആരോഗ്യപ്രദമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ട് ആർട്ടിക്കിളുകൾ പ്രധാനമായിട്ടും വായിക്കുക, കൃത്യമായിട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക, ആൻഡ് സ്റ്റഡി വെൽ. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.